ഞാൻ നിൽക്കുന്നത് പേയാടിന് സമീപമായിട്ടാണ്. പേയാട് നിന്ന് 1.5 കിലോമീറ്റർ മാറി, അതുപോലെ തന്നെ പുളിയറക്കുളത്ത് നിന്ന് 2 കിലോമീറ്റർ മാറി മെയിൻ റോഡ് സൈഡായിട്ട് നല്ലൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രഫാസ് തഞ്ഞാറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ റോഡിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടലായിട്ട് 10 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 3 ബെഡ്റൂം വീടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ റോഡ് കണ്ടോ, ഈ റോഡെന്ന് പറയുന്നത് നമുക്ക് പുളിയറക്കോണം, അതുപോലെ തന്നെ നമുക്ക് പേയാട് മെയിൻ റോഡ് സൈഡാണ്, ബസ് റൂട്ടുള്ള റോഡാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു മെയിൻ റോഡിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് എല്ലായിടത്തേക്ക് പോകാൻ വളരെയധികം ആക്സസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വെറും 500 മീറ്റർ മാറിയിട്ടാണ് പേയാട് കാർമൽ സ്കൂൾ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് വട്ടിയൂർക്കാവ് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പുളിയറക്കോണം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റി എന്നിവിടങ്ങളിലേക്ക് എല്ലാം പോകാൻ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന്. കൂടാതെ തന്നെ നമുക്ക് മെയിൻ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വീട് വെക്കുന്നതിന്, കൂടാതെ തന്നെ നമുക്കൊരു കടയോ കാര്യങ്ങളോ ഒക്കെ റൺ ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഏരിയയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഒരു വീടിന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മെയിൻ റോഡ് സൈഡാണ്. നമുക്ക് ഇവിടെ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു 10 സെന്റാണ് ടോട്ടലായിട്ട് വരുന്നത്. അത്രയും ഏരിയയാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വസ്തുവിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു മതിലിന്റെ അങ്ങേയറ്റം മുതൽ ഈ ഒരു അറ്റം വരെയാണ് നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു വസ്തുവിന്റെ ഏരിയ വരുന്നത് കേട്ടോ. അതായത് ഈ ഒരു മതിലിൽ നിന്ന് ഈ ഒരു അങ്ങേയറ്റം വരെയാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള ഏരിയ, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏരിയ വരുന്നത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഒരു മതിൽ കണ്ടോ, ആ ഒരു അറ്റം വരെയാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത്. ടോട്ടലായിട്ട് 10 സെന്റാണ് വരുന്നത്. നമുക്ക് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 1-2 വീടുകൾക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ട് കൂടിയാണ്. നമുക്ക് ഈ ഒരു വീട് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു 1-2 വീടുകൾക്ക് വെക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വെക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നു. നമുക്കൊരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു വലിയ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു സൈഡിലായിട്ട് 2 വീലർ കൂടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒതുങ്ങിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്.
നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് തേക്കിന്റെ വുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോക്കേഴ്സ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് ഇവിടുത്തെ താഴത്തെ നിലയിൽ നമുക്ക് 3 ബെഡ്റൂമാണ് ടോട്ടലി വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു 3 ബെഡ്റൂമും വരുന്നത്. ഇവിടെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമും, അങ്ങനെ ടോട്ടലി 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഓറഞ്ച് കളർ പെയിന്റ് ആണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 10-10 ഒരു റൂമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് കാർമൽ സ്കൂള്, പേയാട് കാർമൽ സ്കൂള് വെറും 500 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് പുളിയറക്കോണത്ത് സെന്റ് മേരീസ് സ്കൂള് ഇവിടെ നിന്നും വെറും 500 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി ആയാലും അതുപോലെ തന്നെ നമുക്ക് പുളിയറക്കോണം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ ശാസ്തമംഗലം എന്നിവിടങ്ങളിലേക്ക് എല്ലാം പോകാൻ നമുക്ക് ഇവിടെ നിന്ന് വളരെ എളുപ്പമാണ്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള 2ാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയും അത്യാവശ്യം സ്പേസ് വരുന്ന ഒരു ഏരിയ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു ബെഡ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു അലമാര കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നു. നമുക്ക് ഹാളിൽ നിന്ന് വരുമ്പോഴുള്ള 2 ബെഡ്റൂം അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലാബിൽ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ബാക്കിലോട്ട് അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൃഷികളൊക്കെ ചെയ്യുന്നതിനായാലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പത്തികളോ അതുപോലെ തന്നെ നമുക്ക് വളർത്തുന്നതിനൊക്കെ എല്ലാം നല്ലൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. എന്തായാലും പേയാടിന് സമീപമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക.
കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.